പാരമ്പര്യവും അറിയിക്കാൻ തന്റെ സംഘാടന മിടുക്കുകൊണ്ടും തന്റെ കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും ബുദ്ധി കൊണ്ടും വിശ്വപൗരനെന്ന് ലോകം മുഴുവൻ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ നിയമനിർമ്മാണ സന്ദർഭങ്ങളിൽ ഏറ്റവും മികച്ച പാർലമെന്റേറിയനായി ഇടപെട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നിയമകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ഇന്ത്യൻ പാർലമെന്റിലെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെയുള്ള മുഴുവൻ ആളുകളുടെയും ബഹുമാനവും അംഗീകാരവും നേടിയിട്ടുള്ള ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഒരുപോലെ ബഹുമാനിക്കുന്ന ആദരണീയനായ ഡോക്ടർ ശശി തരൂർ MP അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായ ഗുരുവായൂർക്കാരനായ പ്രിയപ്പെട്ട ശ്രീ O അബ്ദുൾ റഹ്മാൻ കുട്ടി, മുൻ MLA യും ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാനും, തന്നെ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗോജ്വലമായ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ആദരണീയനായ ശ്രീ TV ചന്ദ്രമോഹൻ, ഇവിടെ സന്നിഹിതനായിട്ടുള്ള തൃശൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, UDF-ന്റെ മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, മഹിളാ കോൺഗ്രസിന്റെ പ്രിയമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ്, ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകരായ പ്രിയങ്കരനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ CA ഗോപപ്രതാപൻ, പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, ഈ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി MV ഹൈദരാലി, ശ്രീ KD വീരമണി, ബീന രവിശങ്കർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി, ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ കൂടിയായ സൂരജ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയങ്കരായ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുൻ കൗൺസിലർ കൂടിയായ OKR മണികണ്ഠൻ, ഇവിടെ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് തഫീർ, മഹിളാ കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് രേണുക ടീച്ചർ ഉൾപ്പെടെ ഇവിടെ പേരെടുത്ത് പറയേണ്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന സെക്രട്ടറി പ്രിയങ്കരനായ നിഖിൽ G കൃഷ്ണൻ, ഇവിടെ പേരെടുത്ത് പറയേണ്ട നിരവധി യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പാർട്ടിയുടെ വിവിധ പോഷകങ്ങളുടെയും നേതാക്കന്മാരുടെ എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കുക. ഇവിടെ സന്നിഹിതരായ പാർട്ടിയുടെ മുൻ വടക്കേക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ഫസലുൽ അലി ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, തെരഞ്ഞെടുക്കപ്പെട്ട ഈ സ്നേഹ സന്ദേശ യാത്രയിലെ ധീരരായ സഹോദരന്മാർ, ഞാൻ ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കുക. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ അഭിമാനമായ ഡോക്ടർ ശശി തരൂരിന്റെ പ്രസംഗത്തിന് വേണ്ടിയാണ്. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരം ഒരു ജാഥ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയല്ല, ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗവുമല്ല, ഈ സ്നേഹ സന്ദേശ യാത്ര ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യാത്രയുമല്ല, ഇതൊരു നിലപാടിന്റെ യാത്രയാണെന്നുള്ള കാര്യം അഭിമാനത്തോടുകൂടി ആദ്യമായി നിങ്ങൾ എല്ലാവരെയും അറിയിക്കട്ടെ. ഈ യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ മുൻ MLA യും KPCC എക്സിക്യൂട്ടീവ് മെമ്പറുമായ ശ്രീ അനിൽ അക്കരയെ ഇതിന്റെ കോർഡിനേറ്ററായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസ് വള്ളൂർ ചുമതലപ്പെടുത്തിയപ്പോൾ സഹ കോർഡിനേറ്റർമാരായി CC ശ്രീകുമാർ, KPCC സെക്രട്ടറി സുനിൽ ലാലൂർ, പ്രിയങ്കരനായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത് തുടങ്ങിയ ആളുകൾ എല്ലാവരെയും ഇതിന്റെ സഹ കോർഡിനേറ്റർമാരായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയപ്പോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുത്തൊരു തീരുമാനം, ഇത് നിലപാടുകൾ വ്യക്തമാക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നിലപാട് സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇത് 7ാം ദിവസമാണ്. 7 ദിവസം കൂടി ഈ യാത്രയുണ്ട്. ആദ്യ ദിവസം വടക്കേക്കാട്ട് നിന്നും ഈ യാത്ര രമേശ് ചെന്നിത്തല ഉദ്ഘാടനം തുടങ്ങിയപ്പോ
അത് ഏകദേശം 21.5 കിലോമീറ്റർ ആ യാത്ര അന്ന് സഞ്ചരിക്കുകയുണ്ടായി. ഇന്നലെയും മിനിയാന്നുമൊക്കെ 18 കിലോമീറ്റർ, 19 കിലോമീറ്റർ, 20 കിലോമീറ്റർ ഒക്കെ യാത്ര സഞ്ചരിക്കുകയുണ്ടായി. ഇന്ന് അല്പം നേരം വൈകി തുടങ്ങുമെന്നതുകൊണ്ട് ഇന്നത്തെ യാത്രയുടെ ദൂരം അല്പം കുറച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി സംഘാടകർക്ക് വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. എന്തിനാണ് ഈ സ്നേഹ സന്ദേശയാത്ര? ഇതാ കേട്ടോളൂ. ഈ സ്നേഹ സന്ദേശയാത്ര നമ്മുടെ രാജ്യത്ത് വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഭരണകൂടത്തിന്റെ വെറുപ്പിന്റെ ഭീകരതയ്ക്കെതിരെയാണ് ഈ സ്നേഹ സന്ദേശയാത്ര. BJP, RSS, സംഘപരിവാർ ശക്തികൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ കീഴിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇന്ത്യയിലെ ഗ്രാമ നഗരങ്ങളിൽ ബോധപൂർവമായ വെറുപ്പ് പ്രചരിപ്പിക്കുകയാണ്. വെറുപ്പിന്റെ പുതിയ ഫാക്ടറി തുറക്കുകയാണ്. വെറുപ്പിന്റെ വിൽപ്പന കമ്പോളങ്ങൾ ആരംഭിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങൾ ആശങ്കയിലാണ്. ആബാലവൃദ്ധം ജനങ്ങൾ ആശങ്കയിലാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഹിന്ദു മതവിശ്വാസികളാണെന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളായ ഹിന്ദു മതവിശ്വാസികളുടെ ഭൂരിപക്ഷം പിന്തുണയില്ലാത്തൊരു ഗവൺമെന്റാണ് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ്. 36% മാത്രം വോട്ട് നേടിക്കഴിഞ്ഞാൽ 64% പേരും ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഈ ഗവൺമെന്റിന് എതിരാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെയും ഈ ചിത്രങ്ങളും ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ രാജ്യത്ത് അധികാരം നിലനിർത്താനും അധികാരം പിടിച്ചെടുക്കാനും വേണ്ടി രാജ്യത്ത് പോലെ ബോധപൂർവം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ്. മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു, സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു. ഒരു പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. മതമില്ലാത്ത പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ലാത്ത പ്രധാനമന്ത്രി, ഈ ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവിയായ പ്രധാനമന്ത്രി, എഴുത്തുകാരനായ പ്രധാനമന്ത്രി, ചരിത്രകാരനായ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം വരിച്ച പ്രധാനമന്ത്രി, ലോകത്തെ ഞെട്ടിച്ച ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും ഡിസ്കവറി ഓഫ് ഇന്ത്യയും എഴുതിയ പ്രധാനമന്ത്രി, മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയാണെന്ന കാര്യം മറന്നു പോകരുത്. നെഹ്റു ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അവരാരും ഒരു മതങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പോയിട്ടില്ല. മതമില്ലാത്ത പ്രധാനമന്ത്രി നെഹ്റു പോലും എല്ലാ മതങ്ങളെയും സ്നേഹിച്ച ആളാണ്. എല്ലാ മതങ്ങൾക്കും തങ്ങളുടെ വിശ്വാസപ്രകാരം ജീവിക്കാനുള്ള അവകാശ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞ ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. കോൺഗ്രസിന്റെ സംസ്കാരം അതാണ്. ഗാന്ധിജി പഠിപ്പിച്ച രാഷ്ട്രീയവും അതാണ്. ആ രാഷ്ട്രീയം ഇന്ത്യയിൽ വിസ്മരിക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നു. അതുകൊണ്ട് ഈ നിലപാട് ഇന്ത്യയിലെ മതവിദ്വേഷം പരത്തി അധികാരം പിടിച്ചെടുക്കാനും അധികാരം നിലനിർത്താനും വേണ്ടിയുള്ള RSS, സംഘപരിവാർ, BJP ശക്തികൾക്ക് എതിരാണ് ഈ സ്നേഹ സന്ദേശ യാത്ര എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 4000-ൽ പരം കിലോമീറ്ററുകൾ ഈ ആശയം പറഞ്ഞ് ജാഥ നടത്തി. ഇതാ ഇപ്പോൾ ഈ മണിപ്പൂരിൽ നിന്നും യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം പറഞ്ഞത് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. വെറുപ്പിന്റെ കമ്പോളത്തിലേക്ക് സ്നേഹത്തിന്റെ ഗാഥകൾ പാടി ഈ പൊരിവെയിലത്ത് 35-36 ഡിഗ്രി ചൂടുള്ള ഈ പൊരിവെയിലത്ത് ഈ ചൂടൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിച്ചുകൊണ്ട് അവർ സഹിച്ച ത്യാഗത്തെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ത്യാഗമല്ല. അതുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തിന്, രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഞങ്ങൾ ഈ നിലപാട് തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് ആണ് ഈ സ്നേഹയാത്ര നടന്നത്. നിർത്തുകയാണ്. ഒരു വാക്കുകൂടി പറയുന്നത്, ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. തൃശ്ശൂരിലെ നിലവിലുള്ള MP എന്ന നിലയിൽ അർത്ഥശങ്കക്കടിയില്ലാതെ ഒരു കാര്യം പറയുന്നു: ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ഫാസിസ്റ്റുകളുടെ വോട്ട് വേണ്ട കോൺഗ്രസിന് എന്ന കാര്യം അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം ഗോഡ്സെയെ ആരാധിക്കുകയും നാഥുറാം ഗോഡ്സെയെ വിശുദ്ധവൽക്കരിക്കുകയും ചെയ്യുന്ന RSSകാരന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന കാര്യം അസന്ദിഗ്ധമായി പറയുന്നു. കേരളത്തിലും ഇന്ത്യയിലും വർഗീയ ചേരിതിരിവുണ്ടാക്കി, വർഗീയ വിദ്വേഷം പരത്തി മതസ്പർദ്ധയുണ്ടാക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന PF-ന്റെ വോട്ടും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഭൂരിപക്ഷ ഫാസിസത്തെയും എതിർക്കും, ന്യൂനപക്ഷ ഫാസിസത്തെയും എതിർക്കും. ഭൂരിപക്ഷ ന്യൂനപക്ഷ ഫാസിസത്തെ ഒരുപോലെ ഞങ്ങൾ എതിർക്കും. പൊന്ന നൗഷാദിന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പറയുന്നു, ഇവിടെ കോൺഗ്രസുകാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഈ നാട്ടിലെ വർഗീയ ഫാസിസ്റ്റുകളായ ന്യൂനപക്ഷ വർഗീയ ഫാസിസ്റ്റുകളുമായി
തോൽവിയും കോൺഗ്രസ് ചെയ്യില്ല. ഒപ്പം ഈ ലോകപ്രസിദ്ധമാണ് പാലയൂർ, ഗുരുവായൂരിനടുത്ത് പാലയൂർ സെയിന്റ് തോമസ് ചർച്ച്. AD 52 ഈ സെയിന്റ് തോമസ് ലീഗ കടൽ മാർഗം ആദ്യമായി ഇന്ത്യയിൽ വന്നത് ഈ തൊട്ടടുത്ത കൊടുങ്ങല്ലൂര് അഴീക്കോടാണ്. അദ്ദേഹം കടൽ ജലമാർഗം സഞ്ചരിച്ച് സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്നാണ് സെയിന്റ് തോമസ് ചർച്ച് പാലയൂർ. ചിലർ പറയുന്നു സെയിന്റ് തോമസ് ചർച്ച് ഞങ്ങളുടേതാണെന്ന് പറയുന്നു, ഞങ്ങൾ എടുക്കുമെന്ന് പറയുന്നു. 24 എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ പോയി ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് പരസ്യമായി പ്രഖ്യാപിച്ചു പാലയൂർ സെയിന്റ് തോമസ് ചർച്ച് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന്. കഴിഞ്ഞില്ല, ഒരു അഭിഭാഷകൻ ഹിന്ദു ഐക്യവേദിയുടെ മറ്റൊരു അഭിഭാഷകൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു. തൃശൂരിലെ പുത്തമ്പള്ളി ഞങ്ങൾക്ക് അവകാശമാണ്, ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. മഹാനായ ശക്തൻ തമ്പുരാൻ ക്രൈസ്തവ മതവിശ്വാസികളായ തൃശൂരിൽ വന്നവർക്ക് ആരാധന നടത്താൻ കൊടുത്ത സ്ഥലത്താണ് പുത്തമ്പള്ളി നിൽക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ ക്രൈസ്തവ ദേവാലയമാണ് പുത്തമ്പള്ളി. ഞങ്ങൾ ഒരു കാര്യം സംഘപരിവാർ ശക്തികളോട് വളരെ വ്യക്തമായി പറയുന്നു, പാലയൂർ സെന്റ് തോമസ് ചർച്ചും തൃശൂർ പുത്തമ്പള്ളിയും ആരെങ്കിലും തൊടാൻ എടുക്കാനല്ല, തൊടാൻ വരുന്നവരുടെ കൈകൾ അതേപോലെ തിരിച്ചു പോകില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഈ നിലപാട് വ്യക്തമാക്കാനാണ് ഈ സ്നേഹ സന്ദേശയാത്ര. ഗുരുവായൂർ കണ്ണന്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് വ്യക്തമാക്കുന്നു. ഞാൻ ഗുരുവായൂരപ്പന്റെ ഒരു ഡിവോട്ടിയാണ്. ഞാൻ അഭിമാനത്തോടെ കൂടെ പറയും, ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ആളാണ്, വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന ആളാണ്. അത് പറയാൻ ഒരു മടിയുമില്ല. എന്റെ പാവപ്പെട്ട അച്ഛനും അമ്മയും ഈ ഗുരുവായൂർ അമ്പലത്തിലും പളനിയിലും ശബരിമലയ്ക്കും എന്നെ കൊണ്ടുപോകുന്ന വികാരത്തോടുകൂടി ഓർക്കുന്നു. ആ പാരമ്പര്യം ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളാണ്. എല്ലാ ജന്മനക്ഷത്രമായ പൂരം നക്ഷത്രത്തിൽ എല്ലാ മാസവും ഈ ഗുരുവായൂർ കണ്ണന്റെ അവിടെ വന്ന് അനുഗ്രഹം വാങ്ങിക്കുന്ന ആളാണ് എളിയവനായ ഞാൻ. അതുകൊണ്ട് എന്റെ ഇഷ്ടദൈവമായ ഗുരുവായൂരപ്പന്റെ പടിഞ്ഞാറ നടയിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറയുന്നു, RSS എന്ന് പറയുന്ന ഹിന്ദു വർഗീയ ഫാസിസ്റ്റുകൾക്കും PF എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വർഗീയവാദികൾക്കുമെതിരെ അവസാനത്തെ ശ്വാസം വരെ പൊരുതും. അവരുമായി 4 വോട്ടിന് വേണ്ടി ഒരു ഒത്തുതീർപ്പുണ്ടാകില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്, ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഇതിനാണ് വെറുപ്പിനെതിരെയുള്ള സ്നേഹ സന്ദേശയാത്ര എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അനുമതിയോടുകൂടി ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ പ്രിയങ്കരനായ ഡോക്ടർ ശശി തരൂരിന്റെ ഒരു ഫാനാണ്. അദ്ദേഹം MP ആയ കാലത്ത് നല്ല ഫാനായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പലതും വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ വായിച്ചാൽ മനസ്സിലാവാത്തത് കൊണ്ട് പലപ്പോഴും വായിച്ച് പെൻസിൽ കൊണ്ട് അടിവരയിട്ട് വീണ്ടും റെഫർ ചെയ്ത് വായിച്ചു പഠിച്ചിട്ടുണ്ട്. MP ആയപ്പോൾ അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് ഇങ്ങനെ ആടിയിൽ കൈയും വെച്ച് നോക്കിയിരിക്കും. ഇങ്ങനെ ഒരു മനുഷ്യൻ വെള്ളച്ചാട്ടം പോലെ ഇംഗ്ലീഷിന്റെ ലിപികളുടെയും ഭാഷാ പാണ്ഡിത്യം മാത്രമല്ല, ആശയത്തിന്റെ ഗാംഭീര്യം കൊണ്ട്, അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട്, ഏത് കാര്യത്തിലും അദ്ദേഹത്തിനൊരു നിലപാടുണ്ട്. ആ നിലപാട് സത്യസന്ധമായ നിലപാടാണ്. അതുകൊണ്ട് എനിക്ക് അഭിമാനം. ഒരുപാട് തിരക്കുണ്ടായിട്ടും തൃശ്ശൂർ പിടിക്കാൻ വരുന്ന പോലെ തിരുവനന്തപുരത്ത് പിടിക്കാൻ വരുന്നുണ്ട്. ശശി തരൂരിന്റെ മുന്നിൽ തിരുവനന്തപുരം പിടിക്കാൻ വരുന്നവരെല്ലാം കേവലം പുൽക്കൊടികൾ മാത്രമാണ്. ഇതൊരു പൂമരമാണെന്നുള്ള കാര്യം ആരും മറക്കണ്ട. ഇത് രാഷ്ട്രീയത്തിൽ ഒരു പൂമരമാണ്. ആ പൂമരത്തെ തൊടാൻ വരുന്നവരെല്ലാം ഒരു പുൽക്കൊടിയാണ്. അതുകൊണ്ട് ഈ പൂമരത്തിന് എവിടെയും പോകാം, പക്ഷെ പാവപ്പെട്ട ഈ പുൽക്കൊടിക്ക് ഒരിടത്ത് പോകാൻ പറ്റൂല. അതുകൊണ്ട് സമയമുണ്ടാക്കി ചെറിയൊരു ശാരീരിക അസ്വസ്ഥയുണ്ടായിട്ടും ഇതിനു വേണ്ടി തൃശ്ശൂരിലേക്ക് വന്നു, ഗുരുവായൂരിലേക്ക് വന്നു. അങ്ങയുടെ സ്നേഹവാത്സല്യത്തിന് നന്ദി നന്ദി നന്ദി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അനുമതിയോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ 7ാം ദിന യാത്ര, 7ാം ദിവസത്തേക്ക് 7ാം പക്കത്തിന് പ്രത്യേകത കൂടിയുണ്ട്. അത് വിശ്വാസികൾക്കറിയാം. 7ാം ദിനത്തിനും 7ാം പക്കത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 7ാം ദിനം വിശ്വഭവനാവട്ടെ, അതും ഈ ഗുരുവായൂർ പുരിയിൽ നിന്നും, കള്ളന്റെ മണ്ണിൽ നിന്നും, എന്റെ ഇഷ്ടദൈവത്തിന്റെ മണ്ണിൽ നിന്നും ആരംഭിക്കുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ മനസ്സിൽ സ്വീകരിക്കുന്ന ഒരു വിശ്വഭവനിൽ വന്ന് ഇന്ത്യയുടെ ദേശീയ പതാക
ഇനി മോഹൻ ഭാഗത്ത് വന്നു പോയാലും നോട്ട് കെട്ടുകൾ ഇവിടേക്ക് 100 കോടി ഒഴുകിയാലും പണമില്ല ഞങ്ങളുടെ കയ്യിൽ. പക്ഷേ മനസ്സുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളുടെ ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അങ്ങ് പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ തൃശ്ശൂരിൽ നിന്നും അങ്ങയുടെ സഹപ്രവർത്തകൻ ഇന്ത്യൻ പാർലമെന്റിൽ അങ്ങോടൊപ്പം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞയുണ്ടാകും. ഗുരുവായൂരപ്പന്റെ ദൈവനാമത്തിലായിരിക്കും തൃശ്ശൂരത്തിന്റെ സത്യപ്രതിജ്ഞ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങയെ വിനയപൂർവ്വം ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ജോസ് വെല്ലൂർ PCC പ്രസിഡന്റ്, നമ്മുടെ മുൻ PCC പ്രസിഡന്റ് ശ്രീ അബ്ദുൽ റഹ്മാൻ കുട്ടി,